ടു ബി എ ഫാദർ ഇറ്റ്സ് നോട്ട് ഈസി എന്നാ പൊന്നെ. അഞ്ചു ഇത് വറുത്തിട്ട് വേഗം അച്ഛക്കുട്ടിക്ക് അപ്പപ്പോ കൊടുത്താ നമുക്കൊന്ന് കടയിൽ പോയിട്ട് വന്നാലോ? സാധാരണ ഞാൻ വർക്ക് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ വരുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അവൾക്ക് ഉറങ്ങി നീച്ചപ്പോൾ ഇതുപോലെ അപ്പം പോകണമെന്ന് പറഞ്ഞ് കരയായിരുന്നു. അഞ്ചിൻ്റെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്തു കേട്ടോ. പക്ഷെ ഞാനാണെങ്കിൽ തിരക്കിനിടയിൽ മറന്നിട്ട് വന്നിരിക്കുന്നു. മീനും അവൾക്ക് ഭക്ഷണം കഴിക്കാൻ മീൻ വേണമെന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. ഇറച്ചി അധികം കൂട്ടില്ല, അപ്പോൾ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ നമ്മൾ അവൾക്ക് ഇതുപോലെ എന്തെങ്കിലും എന്താ പറയുക മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മറന്നു. അപ്പോൾ നമ്മളിതാ തിരിച്ച് അവളെയും കൂട്ടിയിട്ട് മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിലേക്ക് പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് 1 മണി 1:30 ആയതുകൊണ്ട് ഒരു കടയും തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ 2-3 കട കയറി നോക്കിയിട്ട് അങ്ങനെ അവസാനം നമ്മളെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് നമ്മൾ മിഠായിയൊക്കെ വാങ്ങിയതാ തിരിച്ചു വരും കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയായി. ഇത്രയേ ഉള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷമാവും, അതുപോലെ തന്നെ ഭയങ്കര സങ്കടമാവുന്ന ലൈഫിലെ പുതിയ മൊമെൻറ്റിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ കുറച്ച് ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു മുതലിനെ മാത്രം ആലോചിച്ചിട്ടാണ് ഞാൻ പുറത്തേക്കൊന്നും പോകാത്തത് ജോലിക്ക് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പോലെ സന്തോഷമായിട്ട് ജീവിക്കാം.